ഉദാഹരണത്തിന് കാളിയെ ഏത് സമ്പ്രദായത്തിൽ ആചരിച്ചാലും, സമയാചാരത്തിലായിക്കോട്ടെ, മിശ്രാചാരത്തിലായിക്കോട്ടെ, കൗളാചാരത്തിലായിക്കോട്ടെ, ഏത് സമ്പ്രദായത്തിൽ ആചരിച്ചാലും ചിലപ്പം ഒരേ ധ്യാന ശ്ലോകവും ഒരേ മൂലമന്ത്രവും ഒരേ ന്യാസക്രമങ്ങളും ഒരേ ക്രിയാപദ്ധതികളും ആയിരിക്കും. പക്ഷെ ആചരണ രീതി വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഈ ആചരണ രീതി വ്യത്യാസം വന്നതുകൊണ്ട് മാത്രം ദേവി പ്രസാദിക്കാതിരിക്കുമോ? പൂർവാചാരങ്ങളെ നിലനിർത്തണം എന്ന് പറയുമ്പം ആചരണ രീതി വ്യത്യാസം വന്നാൽ മാത്രം ദേവി പ്രസാദിക്കാതിരിക്കുമോ? ഗുരുതി തത്വാവബോധകം സ്മൃതം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തത്വബോധത്തിൽ ഊന്നാതെ അതിനെ തപസ്സിലൂടെയുള്ള ആചാരാനുഷ്ഠാനമല്ലാതെ, ഇനിയിപ്പം കുങ്കുമം കലക്കി തർപ്പിച്ചാലും വെള്ളം കലക്കി തർപ്പിച്ചാലും മഞ്ഞൾ കലക്കി തർപ്പിച്ചാലും കരി കലക്കി തർപ്പിച്ചാലും കോഴിയെ വെട്ടി കുരുതി കഴിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താ പറയുക, ഇന്നത്തെ ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തപസ് മുഖ്യം ബിഗിലേ, തപസ്സാണ് പ്രധാനം. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, തപസ്വിയായ ഒരാളുടെ അർപ്പണബോധവും സമർപ്പണവുമാണ് ശീലയെ ശങ്കരനാക്കി മാറ്റുന്നത്. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ്. അർച്ചകൻ്റെ പ്രഭാവമാണ് ശിലയെ ശങ്കരനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അർച്ചകൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ, അത് കഴിഞ്ഞിട്ടാണ് ആരാധന. ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾക്ക്, സമന്മാർക്കെ ദേവം ഭൂത്വാ ദേവം യജൽ, ദേവനായിരുന്നുകൊണ്ട് വേണം ദേവനെ പൂജിക്കാൻ എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. തന്ത്രശാസ്ത്ര നിയമം അങ്ങനെയാണ്. ദേവനായിരുന്നുകൊണ്ട് വേണം ശിവം ഭൂത്വാ ശിവനായിരുന്നുകൊണ്ട് വേണം ശിവനെ പൂജിക്കാൻ. ശിവനെ കുറഞ്ഞൊന്നും ശിവനെ പൂജിക്കാൻ പറ്റില്ല. ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് വടംവലി നടത്തുകയും തമ്മിത്തല്ലുകയും ചെയ്യുന്നതിലും എത്രയോ നല്ലത്. അത് ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം, അതൊരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതിന് എത്രയോ നല്ലതാണ് തപസ് കൂട്ടുക എന്നുള്ളത്. തപസ്വികളായിട്ടുള്ള മനുഷ്യരാണ് ഗെയിം ചേഞ്ചേഴ്സ്. അത് ഏത് മേഖലയിലും, തന്ത്രശാസ്ത്രം എന്നല്ലല്ലോ, ഏത് മേഖലയിലും തപസ്സാണ്. തപസ്വാധ്യായ നിരതനായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാണ് കോൺട്രിബ്യൂട്ടർ ആവാൻ പറ്റും, ഗെയിം ചേഞ്ചേഴ്സ് ആവാൻ പറ്റും. അവരാണ് ശരിക്കും തപസ്വികളല്ലേ, ഉപാസകർ എന്ന് പറയുന്നത്.